ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 18 ബൈബിൾ ക്വിസ്. ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും എവിടെയാണ് ഒന്നിച്ചുകൂടി സമാഗമന കൂടാരം നിർത്തിയത്? ശീലോവിൽ. ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഒന്നിച്ചുകൂടി ശീലോവിൽ എന്താണ് നിർത്തിയത്? സമാഗമന കൂടാരം. ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന എത്ര ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു? 7 ഗോത്രങ്ങൾ. ആര് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും എന്നാണ് യോശുവ ഇസ്രായേൽ മക്കളോട് ചോദിക്കുന്നത്. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി യോശുവയുടെ അടുക്കൽ മടങ്ങി വരേണ്ടതിന് ഓരോ ഗോത്രത്തിൽ നിന്നും എത്ര പേരെ നിയമിപ്പീൻ എന്ന് യോശുവ നിർദ്ദേശിച്ചു. 3 പേരെ. ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ നിയമിപ്പീൻ, ഞാൻ അവരെ അയക്കും എന്ന് യോശുവ നിർദ്ദേശിച്ചതെന്തിന്? അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി യോശുവയുടെ അടുക്കൽ മടങ്ങി വരേണ്ടതിന്. ദേശം കണ്ടെഴുതുന്നതിന് 3 പേരെ നിയമിപ്പിൻ എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? യോശുവ. ദേശം എത്ര പങ്കായി ഭാഗിക്കണം? 7 പങ്കായി ഭാഗിക്കണം. ആരെല്ലാം തൻ്റെ അതിർത്തിക്കകത്ത് പാർത്തുകൊള്ളട്ടെ. യഹൂദ ഗോത്രവും യോസഫിന്റെ കുലവും. ദേശം 7 പങ്കായി ചീട്ടിടുന്നതിന് മുമ്പ് എന്ത് യോശുവയുടെ അടുക്കൽ കൊണ്ടുവരേണം? ദേശം 7 ഭാഗമായി കണ്ടെഴുതി യോശുവയുടെ അടുക്കൽ കൊണ്ടുവരേണം. ആരുടെ സന്നിധിയിൽ വെച്ചാണ് യോശുവ ശേഷിച്ച 7 ഗോത്രങ്ങൾക്കായി ചീട്ടിടുന്നത്? യഹോവയുടെ സന്നിധിയിൽ വെച്ച്. ആർക്കാണ് അവരുടെ ഇടയിൽ ഓഹരി ലഭിക്കാത്തത്? ലേവ്യർക്ക്. ലേവ്യരുടെ അവകാശം എന്താകുന്നു? യഹോവയുടെ പൗരോഹിത്യം. ആരെല്ലാം യോർദാന് കിഴക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള അവരുടെ അവകാശം വാങ്ങിയിരിക്കുന്നു? ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും. ദേശം കണ്ടെഴുതാൻ പോയവർ എവിടെ യോശുവയുടെ അടുക്കൽ മടങ്ങി വരണം എന്ന് യോശുവ പറഞ്ഞു? ശീലോവിൽ. ദേശം കണ്ടെഴുതാൻ പോയവർ ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും എന്തിനായി ശീലോവിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യണം? യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്കായി ചീട്ടിടേണ്ടതിന്.
ദേശം കണ്ടെഴുതാൻ പോയവർ ദേശം കണ്ടെഴുതിയതിനു ശേഷം അത് എങ്ങനെ എഴുതി? നഗരവിവരത്തോടുകൂടി ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി. യോശുവ യഹോവയുടെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ചീട്ടിട്ട് എന്ത് പ്രകാരമാണ് ദേശം വിഭാഗിച്ചത്? ഗോത്രവിഭാഗ പ്രകാരം. ആദ്യത്തെ നറുക്കു വന്നത് ആർക്കാണ്? ബെന്യാമീൻ ഗോത്രത്തിന്. ബെന്യാമീൻ ഗോത്രത്തിന്റെ അതിര് ഏത് 2 ഗോത്രങ്ങളുടെ മധ്യേ കിടക്കുന്നു? യഹൂദയുടെ മക്കളുടെയും യോസഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. ബെന്യാമീൻ ഗോത്രത്തിന്റെ വടക്കുഭാഗത്ത് വടക്കേ അതിര് എവിടെ തുടങ്ങുന്നു? യോർദാങ്കൽ. ബെന്യാമീന്റെ അതിര് യോർദാങ്കൽ തുടങ്ങി വടക്ക് ഏതു നഗരത്തിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത്-ആവെൻ മരുഭൂമിയിലേക്ക് കയറുന്നു? എരിഹോവിന്റെ പാർശ്വം വരെ. ബേത്ത്-ആവെൻ മരുഭൂമിയിൽ നിന്ന് ആ അതിർ ബഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബെത്ത്ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി എവിടെ ഇറങ്ങുന്നു? അതെരോത്ത് ആദാരിലേക്ക്. അതെരോത്ത് ആദാരിൽ വന്നതിന് ശേഷം ആ അതിര് വളഞ്ഞ് പടിഞ്ഞാറ് വശത്ത് ബെത്ത്ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് എവിടെ അവസാനിക്കുന്നു? കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാലയിങ്കൽ. കിര്യത്ത് യെയാരീം എങ്ങനെയും അറിയപ്പെടുന്നു? കിര്യത്ത് ബാല. ആരുടെ പട്ടണമാണ് കിര്യത്ത് യെയാരീം അല്ലെങ്കിൽ കിര്യത്ത് ബാല? യഹൂദ മക്കളുടെ. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം കിര്യത്ത് യെയാരീമിന്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് ഏത് വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു? നെപ്തോഹോ. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം എവിടെ തുടങ്ങുന്നു? കിര്യത്ത് യെയാരീമിന്റെ അറ്റത്ത്. ബെന്യാമീൻ മക്കളുടെ പടിഞ്ഞാറ് ഭാഗം ഏത്? കിര്യത്ത് യെയാരീം. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം കിര്യത്ത് യെയാരീമിന്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹോ വെള്ളത്തിന്റെ ഉറവ് വരെ ചെന്നതിന് ശേഷം താഴോട്ട് എവിടെ വരെയാണ് എത്തുന്നത്? രഫായിം താഴ്വരയുടെ വടക്കുവശത്തുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെ എത്തുന്നു. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം യെബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നിന്ന് എവിടേക്ക് ഇറങ്ങുന്നു? എൻ രോഗേൽ. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം എൻ രോഗേൽ വരെ ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് എൻ ശെമേശിലേക്ക് അദുമ്മീം കയറ്റത്തിനെതിരെയുള്ള എവിടേക്കു ചെല്ലുന്നു? ഗലീലോത്തിലേക്ക്. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം അദുമ്മീം കയറ്റത്തിനെതിരെയുള്ള
ഗലീലോത്തിൽ നിന്ന് എവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു? രൂബന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് എവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു? അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ബെന്യാമീൻ മക്കളുടെ തെക്കുഭാഗം ഏതു മലഞ്ചെരിവ് കടന്നാണ് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് അവസാനിക്കുന്നത്? ബെത്ത് ഹൊഗ്ലയുടെ മലഞ്ചെരിവ് വരെ കടന്ന്. ബെന്യാമീന്റെ കിഴക്കേ അതിർ എന്താകുന്നു? യോർദാൻ ആകുന്നു. ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി എത്ര പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി കിട്ടി? 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.